Hi guys, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ 60 ഫ്രെയിംസിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ പ്രീമിയർ പ്രോയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വീഡിയോൻ്റെ ക്ലാരിറ്റി കുറയുന്നു എന്നുള്ള 1-2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീമിയർ പ്രോയിൽ ഹൈ ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് ഹാൻഡ്ബ്രേക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ എങ്ങനെ കംപ്രസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഒപ്പം നോട്ടിഫിക്കേഷനും ഇനേബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ പ്രീമിയർ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഫൂട്ടേജ് ഇമ്പോർട്ട് ചെയ്യാം. ഫൂട്ടേജ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പ്രൊജക്ട് പാനലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫൂട്ടേജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫൂട്ടേജ് ഇമ്പോർട്ടായി. ഇനി നമുക്ക് പുതിയൊരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ന്യൂ ഐറ്റം സെലക്ട് ചെയ്യുക, അതിനകത്ത് സീക്വൻസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം DSLR 1080p, അതിൽ DSLR 1080p 30 ഫ്രെയിം പെർ സെക്കൻഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ പ്രീസെറ്റ് തന്നെ സെലക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, അടുത്ത് കാണിക്കാവുന്ന സെറ്റിങ്സ് സെയിം ആയാൽ മതി. അതിനുശേഷം സെറ്റിങ്സിലേക്ക് പോവുക, DSLR എന്നുള്ളത് മാറ്റി കസ്റ്റം സെറ്റ് ചെയ്യുക. അതുപോലെ ടൈം ബേസ് 60 ഫ്രെയിം സെറ്റ് ചെയ്യുക. അതിനുശേഷം റെസൊല്യൂഷൻ 1080x2160 സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സീക്വൻസിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ ഫൂട്ടേജ് നമുക്ക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഓരോ ക്ലിപ്പിൻ്റെയും സൈസും റൊട്ടേഷനും കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്യാനായിട്ട് ക്ലിപ്പ് സെലക്ട് ചെയ്യുക, അതിനുശേഷം എഫക്ട്സ് കൺട്രോൾ എടുക്കുക, അതിനകത്ത് റൊട്ടേഷൻ 90 സെറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ സൈസ് സെറ്റ് ചെയ്യാം. അടുത്ത ക്ലിപ്പ് സെലക്ട് ചെയ്തു, 90 സെറ്റ് ചെയ്തു. അതിനുശേഷം സ്കെയില് ഫുൾ സ്ക്രീൻ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. ഇനി നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് 30 സെക്കൻഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ 2 ക്ലിപ്പും സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടൈം ഇൻ്റർപോളേഷനിൽ ഒപ്റ്റിക്കൽ ഫ്ലോ സെലക്ട് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയർ പ്രോയിൽ എഡിറ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് Ctrl+M ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആദ്യം ഫോർമാറ്റ് H.264 എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതുപോലെ പ്രീസെറ്റ് മാച്ച് സോഴ്സ് ഹൈ ബിറ്റ് റേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഔട്ട്പുട്ട് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു, എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ പ്രീമിയർ പ്രോയിൽ എഡിറ്റിംഗ് കഴിഞ്ഞു. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് പ്രീമിയർ പ്രോയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഫയൽ സെലക്ട് ചെയ്യാം. അതിനകത്ത് ഡെസ്ക്ടോപ്പിലാണ് ഞാൻ സേവ് ചെയ്ത് ഡെസ്ക്ടോപ്പ് വീഡിയോ ക്ലിപ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് നമുക്കിവിടെ പ്രീസെറ്റ് എന്നുള്ളതിനകത്ത് ജനറൽ ഫാസ്റ്റ് 1080p 30 അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ സമ്മറി ടാബിൻ്റെ അടിയിൽ വെബ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനുശേഷം അടുത്ത ഡയമെൻഷൻസിലേക്ക് പോവാം. ഇതിനകത്ത് ഈ ഓട്ടോമാറ്റിക് എന്നുള്ളത് മാറ്റി നോൺ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ കീപ് ആസ്പെക്ട് റേഷ്യോ എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടില്ല നോക്കുക. ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് നേരെ വീഡിയോ എന്നുള്ള ടാബിലേക്ക് പോവാം. അതിനുശേഷം നമ്മുടെ ഫ്രെയിം റേറ്റ് അത് 60 സെറ്റ് ചെയ്യാം. അതുപോലെ എൻകോഡർ പ്രീസെറ്റ് ഇത് മീഡിയം സെറ്റ് ചെയ്യാം. എൻകോഡർ പ്രൊഫൈല് ഹൈ സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ക്വാളിറ്റിയുടെ താഴെ കാണുന്ന ഈ
ആവറേജ് ബിറ്റ് റേറ്റ് എന്ന് കാണുന്ന ഇത് സെലക്ട് ചെയ്യാം. അതിനകത്ത് 1600 കൊടുക്കുക. അതിനുശേഷം 2 പാസ് എൻകോഡിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫയൽ സൈസ് 7 MB കൂടുതലാവുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഈ 1600 എന്നുള്ളത് മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ 1400 സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫയൽ സൈസ് കുറച്ചും കൂടെ കുറയും. അതുപോലെ നിങ്ങളുടെ ഫയൽ സൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ആവറേജ് ബിറ്റ് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ വീഡിയോൻ്റെ ഔട്ട്പുട്ട് ക്വാളിറ്റി കുറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാരിറ്റി കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ 1080p എന്നുള്ളത് കുറക്കുക. ഈ 1080p എന്നുള്ളത് ഒരു 720 അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഫയൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് ബ്രൗസ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇനി നമുക്കിത് എൻകോഡ് ചെയ്യാം. വീഡിയോ എൻകോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫയൽ സൈസ് എത്രയുണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് 6.3 MB ആണ്. നമുക്ക് വാട്സപ്പിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയൊരു സൈസാണ്. നമ്മുടെ ഈ ഔട്ട്പുട്ട് വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട്. ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.